നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കൂടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിയമം ഏത് പക്ഷത്താണ്? നിയമം എപ്പോഴും സ്ത്രീപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടല്ലേ രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ, മെൻസ് കമ്മീഷൻ ഇനിഷ്യേറ്റീവ് പോലുള്ള സംഘടനകൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്? ഇവിടെ ഒരു ജെൻഡർ ബയസ്ഡ് നിയമമില്ല. ജെൻഡർ ഇക്വാലിറ്റി നിയമത്തിലും നിയമ സംവിധാനങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സംഘടന കൊള്ളില്ലായിരുന്നു. അവിടെ അങ്ങനെ നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ജീവിതം തന്നെ തുലഞ്ഞു പോകുന്നത് ഒരു പുരുഷൻ്റെ എന്ന് വന്നതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അതിൽ ഇടപെട്ടത്. രാഹുൽ ഈശ്വർ ഞങ്ങളാരും കണ്ടില്ല അദ്ദേഹം ഏതെങ്കിലും സൂചനകൾ, വ്യക്തമായ സൂചനകൾ കേട്ടോ. ഇപ്പോൾ ഒരു സ്ത്രീ വിവാഹിതയാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർ വിവാഹിതയാണ് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ആ സംഭവത്തിനൊരു ചെറിയ ട്വിസ്റ്റ് വന്നത്. അതുവരേക്കും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇവിടെ സോഷ്യൽ മീഡിയയും മറ്റു സമൂഹവും അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാരും കൊത്തിവലിക്കുക തന്നെയായിരുന്നു. നിർദാക്ഷിണ്യം. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല കേട്ടോ, അത് വ്യക്തമായി പറയുന്നു, ഇപ്പോഴും പറയുന്നു, വീണ്ടും പറയുന്നു. സംഘടന മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്കോ യാതൊരുവിധ രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ പ്രവർത്തകർക്ക് സ്വന്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതൊക്കെ അവരവരുടേതായ രാഷ്ട്രീയമാണ്. പക്ഷേ ആസ് എ ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയവുമില്ല.